all. Welcome back to CMedTech Online Academy. ഇന്ന് നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗൾഫ് എക്സാംസിന്റെ സ്വപ്നങ്ങളിലേക്ക് ചിറക് പകരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും CMedTechന്റെ കൂടെ പ്രിപ്പയർ ചെയ്യുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻസഫിഷ്യന്റ് സെൻട്രിഫിക്കേഷൻ വിൽ റിസൾട്ട് ഇൻ ഓപ്ഷൻ A false increase in hematocrit value. Option B, a false decrease in hematocrit value. Option C, no effect on hematocrit value. Option D, all of these above. And depending on the patient. ഓക്കെ, നമുക്കറിയാം ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സാമ്പിൾ നമ്മുടെ ലാബിലേക്ക് എത്തുന്നത് മുതൽ അതിന്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ് മുതൽ എല്ലാ സ്റ്റെപ്പുകളും വളരെ കൃത്യതയോടുകൂടി ചെയ്താൽ മാത്രമാണ് നമുക്കൊരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ആ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എല്ലാം തന്നെ പോയി. ഇനി നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ എത്ര നീറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ സ്റ്റെപ്സ് എല്ലാം വളരെ നന്നായിട്ട് ചെയ്തു വന്നാലാണ് ഫൈനൽ റിസൾട്ട് നന്നായിട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ സെൻട്രിഫിക്കേഷൻ ഇൻസഫിഷ്യന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം സെൻട്രിഫ്യൂജ് ചെയ്യുന്ന എന്തിനാ RBC എല്ലാം സെറ്റിൽ ഡൗൺ ആവും ആ ടൈമിൽ അല്ലേ. അപ്പോ സെൻട്രിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ എന്താണ് RBCയുടെ സെറ്റിൽ ഡൗൺ അവിടെ ശരിക്കും നടക്കില്ല. ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PCV അല്ലെ, പാക്ഡ് സെൽ വോളിയം. അപ്പൊ അതിന്റെ മെഷർമെന്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ വേണ്ട രീതിയിൽ സെൻട്രിഫിക്കേഷൻ നടന്നില്ല എന്ത് പറ്റും? ഈ ഹെമറ്റോക്രിറ്റ് വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഓപ്ഷൻ എ ഫോൾസ് ഇൻക്രീസ് ഇൻ ഹെമറ്റോക്രിറ്റ് വാല്യൂ. ആ പേഷ്യന്റിന്റെ ഡിസീസിന്റെ ഭാഗമായിട്ടല്ലാതെ ഈ സെൻട്രിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ട് ഹെമറ്റോക്രിറ്റ് വാല്യൂ അവിടെ ഇൻക്രീസ്ഡ് ആയിട്ട് കാണിക്കും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വേരിയേഷൻ ഇൻ റെഡ് സെൽ സൈസ് observed on the peripheral smear is described as. നമുക്കറിയാം റെഡ് സെൽസിന്റെ വേരിയേഷൻ അല്ലെ, സെൽസിന്റെ സൈസിലെ വേരിയേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻ എ അനൈസോസൈറ്റോസിസ്, ഓപ്ഷൻ ബി ഹൈപ്പോക്രോമിയ, ഓപ്ഷൻ സി പോയിക്കുലോസൈറ്റോസിസ്, ഓപ്ഷൻ ഡി പ്ലിയോസൈറ്റോസിസ്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കഷൻസിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ. അനൈസോ സൈസ് അല്ലെ വേരിയേഷൻ വരുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ റെഡ് സെൽസിന്റെ സൈസിൽ വേരിയേഷൻ വരുവാണെങ്കിൽ അതിനെ അനൈസോസൈറ്റോസിസ് എന്നും ഷേപ്പിൽ വേരിയേഷൻ വരുവാണെങ്കിൽ അതിനെ പോയിക്കുലോസൈറ്റോസിസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെയും കറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഹൈപ്പോക്രോമിയ ഒരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ഹൈപ്പോക്രോമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹീമോഗ്ലോബിൻ അവിടെ കുറവാണ്, കളർ കുറവാണെന്നൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീൻ സെൽ വോളിയം ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോർമുല. First option, hemoglobin divided by RBC into 10, hematocrit divided by RBC into 10, hematocrit divided by hemoglobin into 100, hemoglobin divided by RBC into 100. എന്താണ് MCV? മീൻ സെൽ വോളിയം, മീൻ കോർപ്പസ്കുലാർ വോളിയം അല്ലെ. ദ ആവറേജ് വോളിയം ഓഫ് എ റെഡ് സെൽ ആണ് നമ്മൾ MCV എന്ന ഒരു ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ബ്ലഡ് സെൽ ഇൻഡിസസ്, റെഡ് സെൽ ഇൻഡിസസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിനകത്ത് ഫസ്റ്റ് വരുന്ന ആളാണ് MCV. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ വാല്യൂ തന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്കിവിടെ ആദ്യം ഓപ്ഷൻ ഒന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC ഇൻറ്റു 10 അതാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി ചില കേസിൽ ഒരു പേഷ്യന്റിന്റെ ഹീമോഗ്ലോബിൻ ഒരു 12 അല്ലെങ്കിൽ 12.5 ആണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അയാളുടെ RBC കൗണ്ടും തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഹെമറ്റോക്രിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ MCV കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമുക്കറിയാലോ MCVയുടെ ഫോർമുല എന്താണ്? ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC ഇൻറ്റു 10 ആണ്. അപ്പൊ അവിടെ ഹെമറ്റോക്രിറ്റിന്റെ വാല്യൂ ആണെങ്കിൽ തന്നിട്ടുമില്ല. ആകെ തന്നിരിക്കുന്ന എന്താണ്? HBയും RBCയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഇൻറ്റു 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV എന്ന് പറയുന്നതിന്റെ ഒരു ഷോർട്ട് കാൽക്കുലേഷൻ ആണത്. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഹെമറ്റോക്രിറ്റിനെ RBC കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരെ കിട്ടും? നമ്മുടെ MCVനെ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടേം ഡിസ്ക്രൈബ് ദ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് എറിത്രോസൈറ്റ് സീൻ ഓൺ എ റൈറ്റ് സ്റ്റെയിൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ? ഓപ്ഷൻ എ പോയിക്കുലോസൈറ്റോസിസ്, ഓപ്ഷൻ ബി അനൈസോസൈറ്റോസിസ്, ഓപ്ഷൻ സി ഹൈപ്പോക്രോമിയ, ഓപ്ഷൻ ഡി പോളിക്രോമേഷ്യ. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞാണല്ലേ. RBCയുടെ ഷേപ്പിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോയിക്കുലോസൈറ്റോസിസ് എന്ന് പറയും. അപ്പൊ ഓപ്ഷൻ എ പോയിക്കുലോസൈറ്റോസിസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് നോക്കിയാലോ. എ ഡിക്രീസ് ദ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് വുഡ് ബി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്? ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ ബി ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ്,
ഓപ്ഷൻ സി ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ ആൻഡ് ഓപ്ഷൻ ഡി അക്വയർഡ് ഹീമോലൈറ്റിക് അനീമിയ. നമുക്കറിയാം ഓസ്മോട്ടിക് ഫ്രജിലിറ്റി അല്ലെ, നമ്മള് റെഡ് സെൽസിന്റെ ഓസ്മോസിസ്, അതായത് നമ്മുടെ ഇവരെന്താണ് എത്ര മാത്രം പെർമിയബിൾ ആണ്, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വാട്ടർ മൂവ്മെന്റ് എത്രത്തോളം നടക്കും, അത് കഴിഞ്ഞിട്ട് ആ സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ആവും. അപ്പൊ നമ്മൾ നോർമൽ സലൈനും അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി ചെയ്ത് വരുന്ന ഒരു ടെസ്റ്റ് ആണ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി. മെയിൻ ആയിട്ട് നമ്മൾ സിക്കിൾ സെൽ അനീമിയ, ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ്, താലസീമിയ തുടങ്ങിയ കണ്ടീഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ റെഡ് സെൽ എത്രത്തോളം ഫ്രജൈൽ ആണ് എന്നാണ് നമ്മൾ അവിടെ നോർമലി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയയിലാണ് ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഓസ്മോട്ടിക് ഫ്രജിലിറ്റി കാണുന്നത്. ബാക്കി ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസിലൊക്കെ എന്താണ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറിത്രോസൈറ്റ് ഇൻക്ലൂഷൻസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് വിത്ത് സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ബട്ട് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ റൈറ്റ് സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയർ? ഓപ്ഷൻ എ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്, ഓപ്ഷൻ ബി ഹെയ്ൻസ് ബോഡീസ്, ഓപ്ഷൻ സി ഹൗവൽ ജോളി ബോഡീസ്, ഓപ്ഷൻ ഡി സിഡ്രോട്ടിക് ഗ്രാന്യൂൾസ്. നമുക്കറിയാം ഹെയ്ൻസ് ബോഡീസ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യനും വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എറിത്രോസൈറ്റ് ഇൻക്ലൂഷൻ ബോഡീസ്. ചിലപ്പോൾ ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ബേസോഫിൽ WBC അല്ലേ, അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു WBC ഇൻക്ലൂഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്. എരിത്രോസൈറ്റിന്റെ ഒരു ഇൻക്ലൂഷൻ ബോഡിയാണ് നമ്മുടെ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞത്. അതായത് ബേസോഫിലിനോട് സിമിലർ ആയിട്ട് വരും നമ്മുടെ RBCയുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് അതിനെ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയാനുള്ള കാരണം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഹെയ്ൻസ് ബോഡീസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊരു എരിത്രോസൈറ്റ് ഇൻക്ലൂഷൻ ബോഡിയാണ്. അത് മെയിനായിട്ട് ഹീമോഗ്ലോബിന്റെ അബ്നോർമാലിറ്റി കാരണമാണ് അവിടെ ആ ഒരു ഹെയ്ൻസ് ബോഡീസ് വരുന്നത്. നമ്മുടെ റെഡ് സെല്ലിന്റെ ഉള്ളിൽ ഒരു റിംഗ് ഫോം പോലെ നമുക്ക് സ്റ്റെയിൻഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് മെയിനായിട്ട് സൂപ്രാവൈറ്റൽ സ്റ്റെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മില്ലർ ഡിസ്ക് ഈസ് ആൻ ocular device used to facilitate counting of option A platelet, option B reticulocytes, option C sickle cells, option D nucleated red cells. നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മില്ലർ ഡിസ്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റെറ്റിക്കുലോസൈറ്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം എന്താണ് റെറ്റിക്കുലോസൈറ്റ്സ്, ഇമ്മച്വർ ഫോം ഓഫ് RBCനെയാണ് നമ്മൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും വരാം. ഏത് ടൈപ്പ് സ്റ്റെയിനിങ് ആണ് നമ്മുടെ റെറ്റിക്കുലോസൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഏതാണ്? സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് തന്നെയാണ് റെറ്റിക്കുലോസൈറ്റ്സിന്റെ കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ന്യൂമെഥിലിൻ ബ്ലൂ ഒക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Hemolytic uremic syndrome is characterized by all of the following except option A hemorrhage, option B thrombocytopenia, option C hemoglobinuria, option D reticulocytopenia. ഹീമോലൈറ്റിക് യൂറീമിക് സിൻഡ്രോം പേരിൽ നിന്ന് തന്നെ അറിയാം അവിടെ ഹീമോലൈസിസ് നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഓപ്ഷൻ എ വരുമല്ലോ, ഹെമറേജ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയും. കാരണം എന്താണ് അവിടെ ബ്ലീഡിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടി എന്താണ് അതിന്റെ മെക്കാനിസത്തിന് വേണ്ടി ചൊല്ലും. അപ്പൊ അവിടെ ത്രോംബോസൈറ്റോപീനിയ ഒരു കണ്ടീഷനും വരുന്നു. പിന്നെ മൂന്നാമത്തത് എന്താണ്? ഹീമോലൈസിസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ വളരെ കൂടുകയും യൂറിൻ വഴി എക്സ്ക്രീറ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ ഹീമോഗ്ലോബിനൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരും. അപ്പൊ ഇവിടെ എക്സെപ്ഷൻ കേസ് വരുന്നത് റെറ്റിക്കുലോസൈറ്റോപീനിയ ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആന്റിബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് പാരോക്സിമൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ? ഓപ്ഷൻ എ ആന്റി ഐ, ഓപ്ഷൻ ബി ആന്റി സ്മോൾ ഐ, ആന്റി എം, ഓപ്ഷൻ ഡി ആന്റി ഡി, ആന്റി പി ആണ് ഓപ്ഷൻ ബി. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പരോക്സിമൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ അതായത് കോൾഡ് ആന്റിബോഡി എന്നുള്ളൊരു കണക്കിൽ നമുക്കത് എടുത്താൽ മതി. ആന്റി പി ആണ് കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which morphological classification is characteristic of megaloblastic anemia? Option A normocytic normochromic anemia, option B microcytic normochromic anemia, option C macrocytic hypochromic anemia, ഓപ്ഷൻ ഡി മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ. ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B12 ഒക്കെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ പാരസൈറ്റ് ഇൻഫെക്ഷൻസ് അതായത് ഷിസ്റ്റോസോമ പോലെയുള്ള പാരസൈറ്റ്സിന് എന്താണ് ഈ വൈറ്റമിൻ B12 എന്താണ് ഒരു
അഫിനിറ്റി അല്ലെങ്കിൽ അതിനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അവർ അതിനെ കൂടുതൽ അബ്സോർവ് ചെയ്യുകയും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് വരികയും അങ്ങനെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരാനും ചാൻസ് ഉണ്ട്. അതൊരു കണ്ടീഷനാണ്, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ അല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റിനും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.